ചിലപ്പോഴെങ്കിലും താങ്ങാൻ പറ്റാത്ത സങ്കടം വരുന്ന സമയത്തെ എല്ലാം മറന്ന് ലഹരിയിൽ അഭയം പ്രാപിക്കണം തോന്നിയിട്ടുണ്ടോ? എന്നാൽ നിങ്ങൾക്ക് അനുയോജ്യമായിട്ടുള്ള നമ്മുടെ ശരീരത്തിന് ഹാനികരമല്ലാത്ത ഒരു ലഹരിയെക്കുറിച്ച് ഞാൻ പരിചയപ്പെടുത്താം. ഹലോ എവ്രി വൺ, വെൽക്കം ടു ടുഡേയ്സ് ഡെയിലി ഇൻസൈറ്റ്. ഇന്നത്തെ ഡെയിലി ഇൻസൈറ്റിൽ നിങ്ങൾക്ക് മുമ്പിൽ ഞാൻ പരിചയപ്പെടുത്തുന്നത് റീഡിംഗ് ഹാബിറ്റ് എന്ന ടോപ്പിക്കിനെയാണ്. നമുക്കറിയാം, വായന എന്ന് പറയുന്നത് ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു ഫീലിംഗ് ആൻഡ് എക്സ്പീരിയൻസ് ആണ്. അതെ, അനുഭൂതിയും അനുഭവവുമാണ്. അവിടെ നമുക്ക് പലതരത്തിലുള്ള വായനയുണ്ട്. ആഴത്തിൽ ചിന്തിക്കുമ്പോൾ കണ്ണുകൊണ്ടും ഹൃദയം കൊണ്ടും ബുദ്ധി കൊണ്ടും വായിക്കുന്ന ആ, സാഹചര്യങ്ങളുണ്ട്. അത്തരത്തിൽ നമുക്ക് വായന ഉണ്ട്. പിന്നെ കണ്ണുകൊണ്ട് വായിക്കുക എന്ന് പറയുമ്പോൾ എങ്ങനെയാ, ലോകത്തെ വായിക്കുന്നുണ്ട്, പുസ്തകം വായിക്കുന്നുണ്ട്. അതും പുസ്തകം അല്ലെങ്കിൽ നമ്മൾ സാധാരണ എഴുത്ത് വായിക്കുന്നത് എങ്ങനെയാ, പുസ്തകമുണ്ട്, ന്യൂസ് പേപ്പർ ഉണ്ട്, അങ്ങനെ വായനകളിൽ ഒരുപാട് ഒരുപാട് കാറ്റഗറീസ് ഉണ്ട്, തലങ്ങളുണ്ട്. അതിനകത്തും വീണ്ടും ഇങ്ങനെ സബ് ഡിവിഷൻസ് ആയിട്ട് വീണ്ടും വീണ്ടും അങ്ങനെയുണ്ട്. ഏതായാലും ഇതിനെല്ലാം കൂടി ചേർന്നിട്ടുള്ള ഒന്നിനെയാണ് വായന എന്ന് പറയുന്നത്. പിന്നെ ഈ വായനാ ശീലത്തെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് സംസാരിക്കുന്നത്. ഇത് വളർത്തിയെടുക്കാൻ വേണ്ടിയിട്ട് ആദ്യം ചെയ്യേണ്ടത് ഒരു സ്റ്റെപ്പ് എടുക്കുക. എല്ലാം ആരംഭിക്കുന്നത് ഒരു സിംഗിൾ സ്റ്റെപ്പിൽ നിന്നാണ്, അല്ലേ? ഇപ്പോൾ നമുക്ക് എവറസ്റ്റ് കീഴടക്കണമെന്നുണ്ടെങ്കിൽ ആദ്യം ചുവട് വയ്ക്കാതെ നമുക്കൊന്നും നടക്കില്ലല്ലോ. അപ്പം അതാണ് അതിൻ്റെ ഏറ്റവും ബേസ്. ആ ബേസ് തൊട്ടേ നമ്മുടെ ആ ഒരു കാലടി വെപ്പ് ശക്തമാവണം. ഏതായാലും നല്ലൊരു പുസ്തകം, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട പുസ്തകം വായിക്കാൻ വേണ്ടി തിരഞ്ഞെടുക്കുക, വായന തുടങ്ങുക. വായന തുടങ്ങുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ അറിയോ? നമ്മളിങ്ങനെ സ്പീഡ് വായിച്ചു പോകും, അപ്പോൾ നമുക്ക് ഉറക്കം വരാം, അങ്ങനെയൊക്കെ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറഞ്ഞത് ഇഷ്ടപ്പെട്ട പുസ്തകം എടുക്കാനും. പിന്നെ വായന ഇങ്ങനെ നമ്മൾ കണ്ടിന്യൂ ചെയ്യുമല്ലോ, ആ സമയത്ത് ചിലപ്പോൾ നമുക്ക് കണക്ഷൻ വിട്ടുപോകും. അപ്പോൾ ഒന്ന് പുസ്തകത്തിൽ നിന്ന് മാറാം, എന്നിട്ട് വീണ്ടും എന്തായിരുന്നു ഇത്രയും നമ്മൾ വായിച്ചുകൊണ്ടിരുന്നത് ഒന്ന് ഇമാജിൻ ചെയ്യാം. ആ ഒരു വിഷ്വലൈസിങ് കഴിഞ്ഞതിന് ശേഷം വീണ്ടും വായിക്കാനിരിക്കുക. അതുപോലെ തന്നെ നമ്മൾ കുറച്ച് കഴിഞ്ഞ് ഇപ്പോൾ നിർത്തി വെക്കുമല്ലോ വായന, പിന്നെ അത് കഴിഞ്ഞിട്ട് കുറച്ച് സമയം കഴിഞ്ഞിട്ടാവുമല്ലോ നമ്മൾ തുടങ്ങുക. അപ്പോൾ പിന്നെ ഫ്രീ ആവുന്ന സമയത്ത്, അങ്ങനെയാവുന്ന സമയത്ത് എന്താണ്, ഇനി വായിക്കാനുള്ള പുതിയ വരി തുടങ്ങാതെ ബാക്കിൽ നിന്ന് 2-3-4 വരി മുതൽ ഒന്നും കൂടി വായിച്ച് തുടങ്ങാം. അപ്പോൾ നമുക്ക് ആ ഒരു വിട്ടുപോയിട്ടുള്ള കണക്ഷൻസ് ഒക്കെ കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ചും കൂടി നമ്മളെ ഹെൽപ്പ് ചെയ്യും. അങ്ങനെ അപ്പം ഞാൻ പറഞ്ഞത് ഇമാജിനേഷൻ, വായിച്ച് ഇഷ്ടപ്പെട്ട ബുക്കുകൾ വായിച്ചു തുടങ്ങുക, അങ്ങനെയൊക്കെ. പിന്നെ നമുക്കറിയാലോ, വായന നമുക്ക് സമ്മാനിക്കുന്നത് ഒരു പുതിയ ലോകത്തെയാണ്, അല്ലെങ്കിൽ എഴുത്തുകാരൻ സമ്മാനിക്കുന്നത്. അത് ആ സാഹിത്യകാരൻ്റെ ഉള്ളിലെ ക്രിയേറ്റിവിറ്റിയും അദ്ദേഹത്തിൻ്റെ ചിന്തകളും ആശയങ്ങളും ഒക്കെ അനുസരിച്ച് ആ ലോകം മനോഹരമായിക്കൊണ്ടേയിരിക്കും. ഏതായാലും അത്തരമൊരു ലോകത്തിലേക്ക് നിങ്ങൾക്ക് പാറി പറന്നു പോകാൻ, ആ ലോകത്തിൽ ആ ലോകത്തിലേക്കുള്ള ഒരു വഴിയിൽ നിങ്ങൾക്കൊരു എന്താണ് പാത ഉണ്ടാവില്ലേ, ആ പാതയിലേക്ക് കടന്ന് നിങ്ങൾക്ക് ചെല്ലാൻ വേണ്ടിയിട്ടുള്ള ഒരു ചെറിയ ഒന്നാണ് നമ്മൾ ഈ പുസ്തകം എന്ന് പറഞ്ഞാൽ. അപ്പോൾ ആ ലോകത്തിലേക്ക് കടന്ന് ചെല്ലേണ്ട വാതിൽ തുറക്കാന്ന് പറയുമ്പോൾ പുസ്തകം തുറക്കലാണ്. അപ്പോൾ ഉള്ളിലേക്ക് കയറുമ്പോൾ നമുക്ക് അന്താളിപ്പൊക്കെ ഉണ്ടാവും, എന്താ അതെന്ന് അറിയാൻ വേണ്ടിയിട്ട്. പക്ഷെ കുറച്ചങ്ങോട്ട് കഴിയുന്ന സമയത്ത് ആ ലോകമായിട്ട് നമുക്ക് പരിചയമാവും. ആ ലോകത്തിലെ ഓരോ ആളുകളും ഒരു ഹൃദയബന്ധം നമുക്ക് അവരുമായിട്ടൊക്കെ തോന്നും. അങ്ങനെ ഏതായാലും അത്തരം ഒരു ലോകത്തിൽ പിന്നെ നിങ്ങൾക്ക് മുഴുകി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ പുറത്ത് വരെ ഒത്തിരി പാടാവും. അപ്പോൾ ഏതായാലും അങ്ങനെയാണ് നമുക്ക് വായനാശീലം ഉണ്ടാക്കിയെടുക്കാൻ പറ്റുക. പിന്നെ നിങ്ങളുടെ എന്താണ് ആദ്യം ഇഷ്ടപ്പെട്ടതിൽ നിന്ന് തുടങ്ങുകയാണെങ്കിലും പിന്നെ നമുക്ക് ജോൺറാസൊക്കെ ഒന്ന് മാറ്റി പിടിച്ച് കഴിഞ്ഞാൽ നമ്മുടെ ടേസ്റ്റ് മാത്രം വായിച്ച് പോവാതെ കുറച്ചും കൂടി ഒന്ന് എക്സ്പാൻഡ് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ വായനാലോകം വിശാലാവും, നമുക്ക് അറിവുകൾ വിശാലാവും, നമ്മുടെ ചിന്തകൾ കുറച്ചും കൂടി വിശാലാവും, ആശയങ്ങൾക്ക് കുറച്ചും കൂടി പക്വത വരും. അങ്ങനെ പിന്നെ നമുക്ക് വായന എന്ന് പറയുന്നത് എന്താണ്, കഥാപാത്രങ്ങൾ കൊണ്ടുള്ള ഒരു മിഥ്യാലോകം മാത്രമല്ല, അതിനുപരി ചില ആശയങ്ങളുടെ ലോകമുണ്ട്, ചിന്തകളുടെ ലോകമുണ്ട്. അപ്പോൾ അത്തരം ലോകങ്ങളെയും കൂടി നിങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട് എന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ ഏതായാലും ഇത്രയും സമയം എന്നെ കേട്ടതിന് ഒരുപാട് നന്ദി. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ ബൈ.